അപ്പൊ നമ്മുടെ ഹണിമൂൺ എങ്ങനെ? സ്ട്രേറ്റ് യുഎസിലാണോ അത് വേറെ ഏതെങ്കിലും കൺട്രീസിൽ പോകാൻ പ്ലാൻ ഉണ്ടോ? അങ്ങനെ പ്ലാൻസ് ഒന്നും ഇല്ല, എന്താണെങ്കിലും എനിക്ക് ഓക്കെയാണ്. അപ്പൊ മാരേജ് കഴിഞ്ഞ് സ്ട്രേറ്റ് പാരീസിൽ വിട്ടാലോ? മോനെ നിന്റെ ലീവൊക്കെ എന്തായി? എന്നാ ഇങ്ങോട്ട്? അങ്കിൾ, അത് പറയാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. ആക്ച്വലി എന്റെ ലീവ് സാങ്ഷൻ ആയി. വിത്തിൻ 2 months ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. സോ മാരേജും എൻഗേജ്മെന്റും നമുക്ക് ഒരുമിച്ച് നടത്താം. അങ്കിൾ, പിന്നെ ഒരു സർപ്രൈസ് കൂടിയുണ്ട്. അങ്കിളുടെ വാട്സാപ്പിൽ ഞാൻ കുറച്ച് പിക്സ് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഹായ് മോനെ. എങ്ങനെയുണ്ട്? വീട് ഇഷ്ടമായോ? ദിവ്യ ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് ഒരുമിച്ച് താമസിക്കാൻ വേണ്ടിട്ടാ. സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടല്ലേ മോനെ? ഉണ്ട് ആന്റി. വീട് ഞങ്ങൾ രണ്ടുപേരുടെ പേരിൽ വാങ്ങാനാ പ്ലാൻ. ആക്ച്വലി അഡ്വാൻസ് ഒക്കെ ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞു. നന്നായിട്ടുണ്ട് മോനെ. പിന്നെ ഒരു കാര്യം കൂടി, ഞങ്ങൾക്ക് മോളുടെ പേരിൽ ഒരു ഫ്ലാറ്റ് വാങ്ങാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ഇനി മോൾ യുഎസിലല്ലേ, പോരാ തന്നെ മോൻ അവിടെ ഒരു വീടും മേടിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ഷെയർ മോൻ ഇരിക്കട്ടെ. അയ്യോ നോ നോ അങ്കിൾ, ആക്ച്വലി ഞാൻ ഡൗറി സിസ്റ്റത്തിന് തന്നെ എതിരാണ്. പ്ലീസ് അങ്കിൾ, എന്നെ ഫോഴ്സ് ചെയ്യരുത്. അയ്യോ മോനെ, ഇത് ഡൗറിയായിട്ടൊന്നും കണ്ട, ഇത് ഞങ്ങളുടെ ഒരു സ്നേഹമായിട്ട് കണ്ടാൽ മതി. ഈ അങ്കിളിന്റെ ഒരു കാര്യം. ഓക്കെ അങ്കിൾ, ആസ് യു വിഷ്. പയ്യന്റെ ഫോട്ടോ എവിടെ നോക്കട്ടെ. ഇനിയിപ്പോ ഫോട്ടോ എന്തിനാ, നേരിട്ട് കാണാമല്ലോ. മോളെ ഒന്ന് വിളിച്ച് കണക്ട് ചെയ്യ്. ഞാൻ കുറെ നേരമായിട്ട് ട്രൈ ചെയ്യണം അച്ഛാ, കണക്ട് ആവുന്നില്ല. ഞാൻ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവൻ ജോലിയിൽ ബിസി ആയിരിക്കും. നീ ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ ഒരു മെസ്സേജ് ഇട്. അച്ഛാ, ഫേസ്ബുക്ക് അക്കൗണ്ട് സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല. വാട്സാപ്പിലാണെങ്കിൽ ഒരൊറ്റ മെസ്സേജും പോകുന്നില്ല. നീ ടെൻഷൻ അടിക്കാതെ മോളെ, എന്റെ ഫോണിൽ നോക്ക്. അച്ഛാ, ഇതിലും ഇല്ല. നിങ്ങൾക്ക് എങ്ങനെയാ ഈ ആലോചന വന്നത്? അതൊരു മാട്രിമോണിയൽ വഴിയാണ്. അപ്പൊ പയ്യന്റെ വീട്ടുകാരൊക്കെ? അവരൊക്കെ ആലപ്പുഴക്കാരാ. 20 വർഷമായിട്ട് അവരെല്ലാം മോന്റെ കൂടെ യുഎസിൽ സെറ്റിൽഡാ. അപ്പൊ നിങ്ങൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലേ? നേരിട്ട് കണ്ടിട്ടില്ല. എന്നാലും പയ്യനെയും കുടുംബത്തെയും നേരിൽ കാണാതെ എങ്ങനെയാ? പയ്യൻ ഗൂഗിളിൽ നല്ല പോസ്റ്റിലാണ്. പിന്നെ എല്ലാവരും അവിടെ തന്നെ അല്ലേ, അതുകൊണ്ട് പിന്നെ കൂടുതലൊന്നും ആലോചിച്ചില്ല. നിങ്ങൾക്ക് യുഎസിൽ പരിചയമുള്ള ആരും ഇല്ലേ? അവരോട് പറഞ്ഞു ഒന്ന് അന്വേഷിച്ചൂടെ? ഞങ്ങൾക്ക് അവിടെ അങ്ങനെ പരിചയക്കാരൊന്നുമില്ല. ശരി, ടെൻഷനൊന്നും അടിക്കണ്ട. ഇപ്പൊ എനിക്ക് കല്യാണമൊന്നും കഴിഞ്ഞില്ലല്ലോ, ഇനി അന്വേഷിക്കാൻ സമയമുണ്ട്. അതല്ല, ചെറിയൊരു പ്രശ്നമുണ്ട്. ആ പയ്യൻ മോളുടെ പേരിൽ അവിടെ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നു അറിഞ്ഞ് ഞാൻ മോൾക്ക് കൊടുക്കാൻ വച്ചിരുന്ന ഷെയറും കൂടി എടുത്ത് അവന് കൊടുത്തു. നിങ്ങൾ എന്ത് മണ്ടത്തരമാ കാണിച്ചേ? ഓൺലൈനിൽ കൂടി മാത്രം കണ്ട ഒരു പരിചയമില്ലാതെ പയ്യന് നിങ്ങൾ കാശ് കൊടുത്തെന്നോ? സ്വന്തം മോളെ കൊടുക്കണ മുമ്പ് ആരാ എന്താന്ന് അന്വേഷിക്കൂലേ? യുഎസ് എന്ന് കേട്ടപ്പോ ചാടി വീണോ? നിന്റെ സൗണ്ട് എന്താ വല്ലാതിരിക്കുന്നേ? ഏയ് ഒന്നുമില്ലടി. ഡാ, നീ ഓക്കെ ആണോ? എനിക്കൊരു കുഴപ്പമില്ല, നീ വയ്ക്കേ, ഞാൻ പിന്നെ വിളിക്കാം. ഇല്ല ഇല്ല, എന്തോ ഉണ്ട്. അരുൺ പ്ലീസ്, ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം എന്താന്ന് പറയും. എടി, ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിലോ? എന്തു പറ്റി? അമ്മയ്ക്ക് കോവിഡായിട്ട് അഡ്മിറ്റഡാ, ഇപ്പം വെന്റിലേറ്ററില്ല. എന്നിട്ട് നീ എന്താ എന്നോട് നേരത്തെ ഇത് പറയാത്തെ? ഞാൻ പറയാം, ഞാനിപ്പോൾ കുറച്ച് കാഷിൻ്റെ ഓട്ടത്തിലാണ്. ആരെങ്കിലും വിളിച്ച് വന്ന് അറേഞ്ച് ചെയ്യണം. നീ വയ്ക്കേ, ഞാൻ വിളിക്കാം. അരുൺ, നീ എന്താ ഇങ്ങനെ? എന്നോടൊരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നോ? എടി, അത് വേണ്ടാന്ന് തോന്നി. നിന്നോട് പറഞ്ഞാൽ നീ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്കറിയാം, പക്ഷെ അത് ശരിയല്ലല്ലോ. എന്ത് ശരിയല്ലെന്ന്? അരുൺ, നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരാ. നിന്റെ പ്രോബ്ലംസ് എന്റെയും കൂടി പ്രോബ്ലംസാ. നീ പറയും, ഇപ്പൊ എത്രയാ വേണ്ടേ? ഓൾറെഡി ഒരു 2-3 ലക്ഷം രൂപ ചിലവായി. എൻ്റെ അക്കൗണ്ടിൽ കാശുണ്ട്, പക്ഷെ എൻ്റെ വിഡ്രോവൽ ലിമിറ്റ് കഴിഞ്ഞു ഇന്നത്തെ. അത് മാത്രമല്ല, എൻ്റെ ബാങ്ക് അവധിയും കൂടെ അല്ലേ, അതാ പ്രോബ്ലം. നീ ട്രാൻസ്ഫർ ചെയ്യേണ്ട അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് ഇപ്പം തന്നെ വാട്സപ്പ് ചെയ്യും. ഞാൻ അച്ഛനോട് പറഞ്ഞ് അയച്ചേക്കാം. ദേവു, നീ വെറുതെ അച്ഛനെ ബുദ്ധിമുട്ടിക്കല്ലേ. ഡാ, അതൊന്നും സാരയില്ല. 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. നീ പെട്ടെന്ന് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യും. ഓക്കെ? താങ്ക്സ് ഡി. എന്താ ഇമ്മളെ അവനെ വിളിക്കോ? രാവിലെ മുതൽ ട്രൈ ചെയ്യുക,
പക്ഷെ ഫോൺ സ്വിച്ച് ഓഫാ. വേറെ നമ്പറൊന്നും ഇല്ലേ കോണ്ടാക്ട് ചെയ്യാൻ? ഇല്ല, ആകെ ഈ ഒരു നമ്പറേ ഉള്ളൂ. ഏത് ഹോസ്പിറ്റലാ? നീ അവിടെ ഒന്ന് വിളിച്ചു നോക്ക്. അവിടെ അങ്ങനെ ഒരു പേരിൽ ആരും അഡ്മിറ്റ് ആയിട്ടില്ലെന്നാ പറയുന്നത്. ഈ ഡിജിറ്റൽ യുഗത്തിൽ ഓൺലൈൻ മാട്രിമോണിയൽ പ്ലാറ്റ്ഫോമുകൾ ജീവിത പങ്കാളിയെ തിരയാൻ ഏറ്റവും ജനപ്രിയ മാർഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്തരം മാട്രിമോണിയൽ സൈറ്റുകൾ പങ്കാളിയെ തിരയാനും സംവദിക്കാനും തിരഞ്ഞെടുക്കാനും സൗകര്യപ്രദമാണെന്നിരിക്കെ ചില വിശ്വസനീയമല്ലാത്ത വെബ്സൈറ്റുകൾ പലരെയും വഞ്ചനയിലേക്ക് നയിക്കുന്നു. ഓരോ വർഷവും ഓൺലൈൻ മാട്രിമോണിയൽ തട്ടിപ്പുകൾ പെരുകി വരുന്ന ഈ സാഹചര്യത്തിൽ ആരും ഇത്തരം ചതിക്കുഴികളിൽ വീഴാതിരിക്കാനുള്ള സേഫ്റ്റി ടിപ്സ് ഇതൊക്കെയാണ്. നമ്പർ 1, ഒരു മാട്രിമോണിയൽ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ആ വെബ്സൈറ്റിന്റെ ആധികാരികതയും വിശ്വസനീയതയും ആദ്യം ഉറപ്പുവരുത്തുക. നമ്പർ 2, മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് മാത്രമായി പുതിയൊരു ഇമെയിൽ ID സൃഷ്ടിക്കുക. ആശയവിനിമയങ്ങൾ ഇമെയിൽ വഴി മാത്രമാക്കുക. ഒരിക്കലും നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങളായ ഫോൺ നമ്പർ, വീടിന്റെ വിലാസം മുതലായവ സൈറ്റുകളിൽ പങ്കുവയ്ക്കാതിരിക്കുക. നമ്പർ 3, പങ്കാളിയാക്കാൻ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയുടെ ജോലിസ്ഥലം, കുടുംബം, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എന്നിവയുടെ സമഗ്രമായ പശ്ചാത്തല പരിശോധന നടത്തുക. നമ്പർ 4, കാണാൻ പോകുന്ന വ്യക്തി ഏതുതരം വ്യക്തിയാണെന്ന് അറിയാത്തതിനാൽ കണ്ടുമുട്ടലുകൾ പൊതുസ്ഥലത്ത് വെച്ച് മാത്രമാക്കുക. നമ്പർ 5, എത്ര അടുപ്പത്തിലായാലും ഒരിക്കലും സാമ്പത്തിക വിവരങ്ങളോ സ്വകാര്യ ചിത്രങ്ങളോ പങ്കുവയ്ക്കാതിരിക്കുക. നമ്പർ 6, എന്തെങ്കിലും കാരണം പറഞ്ഞ് നിങ്ങളോട് പണം ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ജാഗ്രത പാലിക്കുകയും പശ്ചാത്തല പരിശോധനകളില്ലാതെ ആ വ്യക്തിയുമായി കൂടുതൽ ആശയവിനിമയം നടത്താതിരിക്കുകയും വേണം. നമ്പർ 7, മാട്രിമോണിയലിൽ വിദേശ പ്രൊഫൈലുകൾ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കുക. മുഖാമുഖ കൂടിക്കാഴ്ചകൾക്ക് ശേഷം മാത്രം വിവാഹ ചർച്ചകളിലേക്ക് കടക്കുക. പല കുടുംബങ്ങളെയും മാനസികമായും സാമ്പത്തികമായും തകർക്കുന്ന ഇത്തരം തട്ടിപ്പുകളിൽ ഇനി ആരും വീഴാതിരിക്കട്ടെ. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. ഇത്തരം ഓൺലൈൻ മാട്രിമോണിയൽ തട്ടിപ്പുകൾക്ക് ഇരയാവാതിരിക്കാൻ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കാമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആരും ഇത്തരം ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SK ടോക്സ് എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി പോസിറ്റീവ് മെസ്സേജ് ഷെയർ ചെയ്യാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിന്റെ FB പേജ് ഫോളോ ചെയ്യുക. SK ടോക്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന